ചരിത്രപ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് പൂരമഹോത്സവത്തിന് കൊടിയേറി. ബുധനാഴ്ച വൈകിട്ട് നിരവധിയായ ഭക്തജനങ്ങളെ സാക്ഷിയാക്കി ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന പൂജാതി ചടങ്ങോടുകൂടിയാണ് പുരാഘോഷത്തിന് കൊടിയേറിയത്. ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് ധ്വജം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കേച്ചേരി പുഴയോരത്തു നിന്നും ആരംഭിച്ച് 6 മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളോടെ കൊടിയേറ്റ കർമ്മം നടന്നു. നിരവധിയായ ഭക്തജനങ്ങളാണ് കൊടിയേറ്റ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയത്. തുടർന്ന് ദീപാരാധന, അത്താഴപൂജ, ശീവേലി എന്നിവയും തുടർന്ന് പെരിഞ്ഞനം, ആലിങ്ങലം മട്ടിയും അവതരിപ്പിക്കുന്ന വീരനാട്യം അരങ്ങേറി. കൊടിയേറ്റ ദിവസം മുതൽ രാവിലെ വിശേഷാൽ പൂജകൾ, ശീവേലി, പറയെടുപ്പ് തുടങ്ങിയ ചടങ്ങുകളും വൈകിട്ട് ചുറ്റുവിളക്ക്, ദീപാരാധന, അത്താഴപൂജ, ശീവേലി, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. മാർച്ച് 30, 31 തീയതികളിലായാണ് പ്രസിദ്ധമായ പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം. മാർച്ച് 30-ന് വേല ദിവസം തട്ടക ദേശങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വേല തെയ്യക്കാഴ്ചകൾ വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ ക്ഷേത്ര മൈതാനിയിൽ ആടിത്തിമിർക്കും. തുടർന്ന് ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി വർഷങ്ങളായി നടന്നുവരുന്ന ഭഗവതിക്ക് മുഴുവൻ കളമ്പാട്ട് ഉണ്ടായിരിക്കുന്നതാണ്. പൂരദിവസമായ മാർച്ച് 31-ന് രാവിലെ വിശേഷാൽ പൂജകൾ, ശീവേലി, പറയെടുപ്പ് എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ രാവിലെ 11 മണി മുതൽ പ്രസാദഊട്ട് ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് 2:30-ന് ക്ഷേത്ര നടപ്പുരയിൽ പ്രശസ്ത മേള കലാകാരന്മാരായ കോട്ടയ്ക്കൽ രവി, നെല്ലുവായ് ശശി, വൈക്കം ചന്ദ്രൻ എന്നിവരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. കൊമ്പൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റും. വൈകിട്ട് 5 മണി മുതൽ പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്ര മൈതാനിയിൽ എത്തിച്ചേരും. 6 മണിക്ക് 80-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന അതിഗംഭീര പാണ്ടിമേളത്തിന് മേള കലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണം വഹിക്കും. 18 ദേശങ്ങളിൽ നിന്നായി 46ഓളം തലയെടുപ്പുള്ള ഗജരാജന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, അത്താഴപൂജ, പറയെടുപ്പ്, ശീവേലി, പഞ്ചമദ്ദളക്കേളി, കാവടിവരവ് എന്നിവയുണ്ടാകും.